സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ശിക്ഷ അമേരിക്കയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക ഹും വഖൂദുന്നാർ. സത്യനിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ അവരുടെ സന്താനങ്ങളോ സ്വത്തോ തീരെ ഉപകരിക്കുകയില്ല. അവരാണ് നരകത്തിലെ വിറകായിത്തീരുന്നവർ. അമേരിക്കയിൽ, അങ്ങനെ കാലിഫോർണിയയിൽ, എന്ത് ന്യൂയോർക്കിലും അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയിരിക്കുകയാണ്. അള്ളാഹു പകരം വീട്ടുകയാണ്. പക്ഷേ സിറിയയിലും യമനിലും മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുന്നതിന് ആര് പകരം വീട്ടുമെന്ന് എനിക്കറിയുന്നേ ഇല്ല. തീർച്ചയായിട്ടും ബദറിൽ മലക്കുകൾ ഇറങ്ങി. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞതിനു ശേഷം അധികാര തർക്കമുണ്ടായി. അതിന് അള്ളാഹു പകരം വീട്ടിയില്ല. മുആവിയുടെ മകൻ യസീദിന്റെ കാലത്ത് നബി കുടുംബക്കാരെ, നബിയുടെ പേരക്കുട്ടികളെ മൊത്തം ഇസ്ലാമിക രാജ്യത്തിന്റെ ഹൃദയത്തിൽ വെച്ചിട്ട് കശാപ്പിനിരയാക്കി കൊന്നു. അന്നേരവും അള്ളാഹു ഇടപെട്ടില്ല. അമേരിക്കയും യൂറോപ്പും പെട്രോളിയം പോലുള്ള വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടി അറബികളെ തമ്മിൽ തല്ലിക്കുകയും അവരുടെ ചോര വീഴ്ത്തുകയും ചെയ്യുന്നു. അതിനെ തടുക്കാൻ അള്ളാഹുവിന് കഴിയുന്നില്ല. കാലിൽ രോഗമുള്ളതിന് തലയിൽ ചികിത്സിക്കുന്ന അള്ളാഹു എത്ര ഹാക്കിമാണ്, ജബ്ബാറാണ്, ഖാദിറാണ്, മുഖ്തദിറാണ്, മുഅ്മിനാണ്, മുഹൈമിനാണ്. 99 പേരുകളുള്ള അള്ളാഹു എത്ര മഹാനാണ്. ഏതാണ് ശരിയായ ദീൻ എന്നറിയാതെ തമ്മിൽ തല്ലി ചാവുന്ന ആളുകളെ ഒരുമിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹു തന്നെ പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയുന്നത്, ഉമ്മത്ത് 73 വിഭാഗം ആകുമെന്നാണ്. ഇതിലേതാണ് സത്യം? അള്ളാഹു നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആലോചിക്കുകയാണ്. കുറച്ച് ആളുകൾ ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തി. അപ്പോൾ ആരെയാണ് ശിക്ഷിക്കേണ്ടത്? ആ ആക്രമണം നടത്തിയവരെ അല്ലേ? കുട്ടികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയുമാണോ എന്ന് ലോകം ഇസ്രായേലിനോട് ചോദിക്കാറുണ്ട്. അതേ ചോദ്യം അള്ളാഹുവിനോടും ചോദിക്കാമല്ലോ. ഈ ഇസ്രായേലുകൾക്കാൾ എത്രയോ മഹാനാറിയല്ലേ അള്ളാഹു. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാതെ അതിൻ്റെ പേരിൽ ഒരു നാടിനെ മൊത്തം നശിപ്പിക്കുന്ന അള്ളാഹു എത്ര നാറിയാണ്, എത്ര വൃത്തികെട്ടവനാണ് എന്ന് മുസ്ലിങ്ങൾ എന്തേ മനസ്സിലാക്കുന്നില്ല? ഇതൊക്കെ വളരെ മോശമല്ലേ സുഹൃത്തുക്കളെ? മനുഷ്യന്റെ ദൈന്യതകൾ ആഘോഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് സന്തോഷിക്കുന്നത് എത്രമാത്രം വൃത്തികേടാണ്, എത്രമാത്രം വ്രണമുള്ള നാറുന്ന മനസ്സിന്റെ ബഹിസ്ഫുരണമാണ് അതെല്ലാം. ഇത് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? പാലസ്തീനിൽ കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ അതാഘോഷിക്കുന്ന സംഘികളും കൃസംഘികളും, അമേരിക്കയിൽ തീ പിടിച്ചപ്പോൾ സന്തോഷിക്കുന്ന മുസ്ലിങ്ങളിലെ വൃത്തികെട്ട മനസ്സുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് എനിക്ക് പറഞ്ഞു തരൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയുള്ള വൃത്തികെട്ടവരില്ലെന്നും ഞങ്ങളെ രക്ഷിക്കണേ ലിംഗ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാള് നിർത്തുകയാണ്. ശരി.